ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരവസരം കൂടെ നൽകിയ കർത്താവിനെ മഹത്വപ്പെടുത്താം. നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്താൻ, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് ചുവടുവെക്കാൻ നമ്മൾ എപ്പോഴും ഒരു നല്ല സമയത്തിനായി കാത്തിരിക്കാറില്ലേ? നമ്മുടെ സാഹചര്യങ്ങളെല്ലാം അനുകൂലമാകട്ടെ എന്ന് കരുതി ദിവസങ്ങളും വർഷങ്ങളും നമ്മൾ വെറുതെ കളയാറുണ്ടോ? കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കാത്തിരിപ്പിൻ്റെ സമയം അവസാനിച്ചില്ലെന്നും നമ്മുടെ വിജയത്തിനുള്ള അവസരം ഇപ്പോൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുകയാണെന്നും ബോധ്യപ്പെടുത്തുന്ന അതിശക്തമായ ഒരു വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. വിശുദ്ധ മർക്കോസ് 1:15 വചനം ഇപ്രകാരം പറയുന്നു: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞു. വെറുതെ ഇരുന്ന സമയം കളയാതെ നമ്മുടെ ചിന്തകളെ പൂർണ്ണമായി മാറ്റിമറിച്ച് എങ്ങനെ ലക്ഷ്യത്തിലേക്ക് കുതിക്കാമെന്ന് പഠിപ്പിക്കുന്ന അത്ഭുതകരമായ ഒരു വിജയ പ്രഖ്യാപനമാണ്. യോഹന്നാൻ സ്നാപകൻ തടവിലായതിനു ശേഷം യേശുക്രിസ്തു ഗലീലയിൽ വന്ന ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്ന മനോഹരമായ നിമിഷമാണ് ഈ വചനം. യേശുക്രിസ്തുവിൻ്റെ ആദ്യ പൊതു സന്ദേശവും കൂടിയാണിത്. 400-ലധികം വർഷങ്ങളായി ദൈവത്തിൻ്റെ ഒരു പ്രവചന ശബ്ദം പോലും കേൾക്കാതെ റോമൻ ഭരണത്തിന് കീഴിൽ തളർന്ന് ഞങ്ങൾക്ക് എപ്പോഴാണ് ഒരു വിടുതലുണ്ടാകുക എന്ന് ചോദിച്ച് നിരാശരായിരിക്കുന്ന ഒരു ജനക്കൂട്ടത്തോടാണ് കർത്താവ് ഇങ്ങനെ സംസാരിക്കുന്നത്. അവരുടെ നിഷ്ക്രിയമായ കാത്തിരിപ്പിനെ തകർത്തുകൊണ്ട് ഒരു സിംഹഗർജനം പോലെയാണ് കർത്താവിൻ്റെ ഈ വാക്കുകൾ അവർക്ക് ഏറ്റത്. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്ന പ്രധാന കാര്യം വിജയത്തിൻ്റെ സമയം ഇപ്പോൾ വന്നെത്തിക്കഴിഞ്ഞു എന്നതാണ്. ഈ വചനത്തിൽ 4 മഹത്തായ സത്യങ്ങളുണ്ട്. ദൈവരാജ്യത്തിൻ്റെ സമയം തികഞ്ഞതാണ്. ദൈവരാജ്യം എല്ലാവർക്കും വേണ്ടി തുറന്നിരിക്കുകയാണ്. മാനസാന്തരം ജീവിതത്തെ പുതുക്കുന്നു. സുവിശേഷത്തിലുള്ള വിശ്വാസം നിത്യപ്രത്യാശ നൽകുന്നു. 1. യേശു ആദ്യം പറഞ്ഞ കാലം തികഞ്ഞിരിക്കുന്നു. എന്താ എൻ്റെ അർത്ഥം? ദൈവം നിശ്ചയിച്ച സമയം എത്തിയിരിക്കുന്നു. ഗ്രീക്ക് ഭാഷയിൽ സമയത്തെ സൂചിപ്പിക്കാൻ 2 വാക്കുകളുണ്ട്. ഒന്ന് ക്രോണോസും, അതായത് സാധാരണ സമയം; കൈറോസും, അതായത് ദൈവികമായ ഒരു വലിയ അവസരം. യേശു ഇവിടെ പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ആ കൈറോസ് സമയം അഥവാ ഡെസ്റ്റിനി മൊമെന്റ് വന്നെത്തിക്കഴിഞ്ഞു എന്നാണ്. ഇനിയും നമ്മൾ നാളേക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടതില്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ചോദിക്കും, എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകുന്നു? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുന്നില്ല? ഈ വചനം നമ്മെ ഓർപ്പിക്കുന്നു, ദൈവത്തിൻ്റെ സമയം എപ്പോഴും ഏറ്റവും ഉത്തമമാണ്. അവൻ ഒരിക്കലും നേരത്തെയോ വൈകിയോ പ്രവർത്തിക്കില്ല. കൃത്യസമയത്തിനായിരിക്കും പ്രവർത്തിക്കുന്നത്. 2. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യം എല്ലാവർക്കും വേണ്ടി തുറന്നിരിക്കുന്നു. യേശു പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതായത് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്നു. ഇതൊരു ഭൗതിക രാജ്യമല്ല. ദൈവത്തിൻ്റെ ഭരണവും സ്നേഹവും നീതിയും സമാധാനവും മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ആരംഭിക്കുന്ന ആത്മീയ രാജ്യമാണിത്. യേശുവിനെ സ്വീകരിക്കുന്ന ഓരോ ഹൃദയത്തിലും ആ ദൈവരാജ്യം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് യഥാർത്ഥ സമാധാനം ലോകത്തിൽ നിന്നല്ല, ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നാണ്. ആ സ്വർഗരാജ്യം നമ്മുടെ ഭവനമാണ്. നമ്മുടെ ഇടയിലാണ് സ്വർഗരാജ്യം വരുന്നത്, ഈ ഭൂമിയിലാണ്. ഇന്ന് ഈ ദിവസം ഈ സ്വർഗരാജ്യം ഇവിടെയാണ് ആരംഭിക്കുന്നത്. അതിനുവേണ്ടി ഇനി നമ്മൾ ഒരുങ്ങി കാത്തിരിക്കേണ്ട സമയമല്ല, ഇന്ന്. അടുത്തത് മാനസാന്തരം ഒരു പുതിയ തുടക്കമാണ്. മാനസാന്തരം എന്നാൽ വെറുതെ ഇരുന്ന് കരയുക എന്നല്ല അർത്ഥം. മാനസാന്തരം എന്നത് തെറ്റ് സമ്മതിക്കുക മാത്രമല്ല, അത് ജീവിതത്തിൻ്റെ ദിശയും കൂടെ മാറ്റുകയാണ്. ബൈബിളിൻ്റെ മൂലഭാഷയായ ഗ്രീക്ക് ഭാഷയിൽ ഇതിനെ മെറ്റനോയ എന്നാണ് വിളിക്കുന്നത്. അതായത് നമ്മുടെ ചിന്താഗതികളുടെ പൂർണ്ണമായ ഒരു മാറ്റം, ടോട്ടൽ റാഡിക്കൽ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് എന്നാണ് ഇതിന് പറയുന്നത്. പാപത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിയുകയാണ്. സ്വന്തം വഴികൾ വിട്ട് ദൈവത്തിൻ്റെ വഴിയിൽ നടക്കാൻ എടുക്കുന്ന ഒരു തീരുമാനമാണ്. പഴയ പരാജയ ചിന്തകളും ഭയങ്ങളും വെച്ചുകൊണ്ട് നമുക്കൊരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. ഓരോ ദിവസവും ഓരോ പുതിയ തുടക്കത്തിനുള്ള അവസരമാണ്. നമ്മുടെ ദൈവം ഭൂതകാലത്തേക്കാൾ നമ്മുടെ ഭാവിയെയാണ് കാണുന്നത്.
അടുത്ത് സുവിശേഷത്തിൽ വിശ്വസിക്കും. സുവിശേഷത്തിലുള്ള വിശ്വാസം നമുക്ക് നിത്യ പ്രത്യാശ നൽകുന്നു. നമ്മുടെ മനസ്സിനെ മാറ്റുക. കർത്താവിൻ്റെ അവസാന ആഹ്വാനം സുവിശേഷത്തിൽ വിശ്വസിപ്പിനാണ്. സുവിശേഷം എന്നത് സന്തോഷ വാർത്തയാണ്. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു, ദൈവം നമ്മോട് കൂടെയുണ്ടെന്നുള്ള ഉറപ്പോടെ ഇന്ന് തന്നെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി കഠിനമായി അധ്വാനിക്കാൻ തുടങ്ങുക. യേശു ക്രിസ്തു നമ്മുടെ രക്ഷകനാണ്. പാപത്തിന് ക്ഷമയുണ്ട്, നിത്യജീവൻ ലഭ്യമാണ്. ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതം മാറുന്നു. ഭയം പ്രത്യാശയാകുന്നു, നിരാശ സന്തോഷമാകുന്നു, ഇരുട്ട് വെളിച്ചമാകുന്നു. യോഹന്നാൻ 14:6 പറയുന്നത് പോലെ അവൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. അവൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കും ജീവിതത്തിൽ പരാജയപ്പെടാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇനി ഒരു മടിയുടെ ആവശ്യമില്ല. നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ കർത്താവിൽ മാത്രം ആശ്രയിക്കുക. ഇന്ന് തന്നെ മാറ്റങ്ങൾ വരുത്തുക. നമ്മുടെ സമയം എത്തിക്കഴിഞ്ഞു. ഇന്നാണ്, ഇപ്പോഴാണ് നമ്മുടെ സമയം. നമ്മുടെ ഒരു സ്വയം വിലയിരുത്തൽ ഇപ്പോൾ തന്നെ നടത്താം. ഞാൻ ദൈവത്തിൻ്റെ സമയത്ത് വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥ മാനസാന്തരം ഉണ്ടായിട്ടുണ്ടോ? അതോ സുവിശേഷത്തിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് തന്നെ യേശുവിൻ്റെ ഈ ക്ഷണം സ്വീകരിക്കാം. അവൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരാം. ഇന്നും കർത്താവ് നമ്മെ വിളിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ പുതിയ പ്രത്യാശയും പുതിയ തുടക്കവും സമൃദ്ധമായ അനുഗ്രഹങ്ങളും നൽകും. നമുക്കൊരു നിമിഷം ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ തിരും സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശു സ്വർഗ്ഗീയ പിതാവേ, കർത്താവ് ഈ ഒരു ദിവസം കൂടെ ഞങ്ങൾക്ക് നൽകി, ഈ അവസരം കൂടെ നൽകി വചനം കേൾപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, അഗാപ്പൻ ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന മക്കളെയും ഇത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്ന മക്കളെയും ഈ നിമിഷത്തിൽ നീ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങൾ വചനത്തിൽ നിന്ന് മനസ്സിലാക്കിയല്ലോ, ഇതാണ് ശരിയായ സമയം, ഇതാണ് ഞങ്ങളുടെ ദിവസം. ഈ നിമിഷം തന്നെ ഞങ്ങൾക്ക് മാനസാന്തരം വന്നാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ളത് ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കിയല്ലോ. കർത്താവെ, ഞങ്ങളുടെ ഈ വചന കേൾവി വെറും പാഴായി മാറാതെ ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു മാറ്റത്തിന്, പുതിയൊരു തുടക്കത്തിന് കർത്താവ് ഈ നിമിഷം നീ തുടങ്ങണമേ. കർത്താവ്, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കുറ്റങ്ങളും കുറവുകളും പാപികളും ആകുന്നു. കർത്താവെ, ഏറെയുണ്ട് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ കുറവുകൾ, ഏറെ പാപങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കർത്താവെ. എങ്കിലും കർത്താവെ, ഞങ്ങൾ മാനസാന്തരപ്പെടുന്നു. ഞങ്ങൾ സകല പാപങ്ങളും നിന്റെ തിരുമുമ്പിൽ ഏറ്റു പറയുന്നു. ഞങ്ങളുടെ സകല കുറ്റങ്ങളും കുറവുകളും നിന്റെ തൃപാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് മാനസാന്തരം നൽകണമേ കർത്താവേ. ഞങ്ങളുടെ മാനസാന്തരം സത്യസന്ധമായി നിന്റെ തൃപാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് പുതിയൊരു ജീവിതത്തിന് തുടക്കം വയ്ക്കുവാൻ തക്കവണ്ണം ഈ ദിവസത്തെ, ഈ നിമിഷത്തെ നീ അനുഗ്രഹിക്കണമേ. അടിങ്ങൾ ഏഴകളാകുന്നു, പാപികളാകുന്നു കർത്താവേ. ഈ ലോകത്തിൽ പലരോടും തെറ്റ് ചെയ്തിട്ടുണ്ട്. അടിങ്ങളുടെ മാതാപിതാക്കളെ വിഷമിപ്പിച്ചിട്ടുണ്ട്, പങ്കാളികളെ വേദനിപ്പിച്ചിട്ടുണ്ട്, മക്കളെ വേദനിപ്പിച്ചിട്ടുണ്ട്, സഹോദരങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്, കൂട്ടുകാരെ വേദനിപ്പിച്ചിട്ടുണ്ട്. കർത്താവ് നിന്നെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. ഒത്തിരി കളവുകൾ, ഒത്തിരി പാപങ്ങൾ അടിയങ്ങൾ ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ഭാര്യയായിട്ടുണ്ട്. കർത്താവ് പലരെയും ഞങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട്. കർത്താവ് നിന്നെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. കർത്താവ്, ഞങ്ങളുടെ സകല പാപങ്ങളും നിന്റെ തൃപാദത്തിലേക്ക് സമർപ്പിക്കുന്നു. ഈ ലോകത്തിൻ്റെതായ മോഹങ്ങളിൽപ്പെട്ട കർത്താവ്, ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ മുഴുകി അടിയങ്ങൾ ജീവിച്ചിട്ടുണ്ട്. ഈ ലോകത്തിൻ്റെ പ്രാകൃത കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കർത്താവ്, അടിയങ്ങളോട് പുറക്കണമേ. പൂർണ്ണമായ അടിയങ്ങൾ മാനസാന്തരത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ നിന്റെ തൃപാദത്തിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, കുറ്റങ്ങളും കുറവുകളും ഏറെയുണ്ട് കർത്താവെ. അടിയങ്ങളോട് നീ ക്ഷമിക്കണമേ കർത്താവെ. ബലഹീനരാകുന്നു, പാപികളാകുന്നു. പല സമയത്തും ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പാപത്തെ മാറ്റിവെച്ചിട്ടുണ്ട്. എങ്കിലും സാഹചര്യങ്ങൾ മാറുമ്പോൾ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് കൂടെ വരുന്നു കർത്താവേ. വീണ്ടും വീണ്ടും അതേ പാപങ്ങൾ ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിക്കപ്പെടുന്നു കർത്താവേ. അടിയങ്ങളോട് പുറക്കണമേ. പൂർണ്ണമായ അടിയങ്ങൾക്ക് വിടുതൽ നൽകണമേ. അടിയങ്ങളെ ശക്തീകരിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. വീണ്ടും പാപങ്ങൾ ചെയ്യാതിരിപ്പാനും നിന്റെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് കർത്താവിൻ്റെ പുതിയ സിംഹാസനത്തിൽ ജീവിപ്പാനും അടിയങ്ങളെ ഒരുക്കണമേ കർത്താവ്. അടിയങ്ങളോട് പുറക്കണമേ കർത്താവേ. കിട്ടും പാപങ്ങളായാലും ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത നീ മാത്രമാണ്. ഞങ്ങളുടെ പാപങ്ങളെല്ലാം കഴുകി ശുദ്ധീകരിച്ച് ഹിമം പോലെ വെളുപ്പിച്ച് കർത്താവേ നിന്റെ
നിൻ്റെ ചിറകിൻ മറവിൽ ഞങ്ങൾ മറയ്ക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും നീ ഈ നിമിഷം അഭിഷേകം ചെയ്യണമേ. വെറും കയ്യോടെ അവർ പറഞ്ഞു വിടരുതേ കർത്താവേ. കർത്താവ് വെറും ജൽപ്പനങ്ങളായി ഞങ്ങളുടെ പ്രാർത്ഥനകൾ തീരാതെ കർത്താവെ ഞങ്ങൾ യാചിക്കുന്നവയ്ക്ക് അനുഗ്രഹമായി ഉത്തരം നൽകണമേ. കർത്താവെ നിൻ്റെ കൃപ കൂടി ഇരുന്ന് അനുഗ്രഹിക്കണമേ. എത്ര വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മക്കളായാലും കർത്താവ് ഈ നിമിഷം അവരെ തൊടണമേ. കർത്താവെ നിൻ്റെ സ്വർഗീയ സമാധാനം അവർക്ക് ദാനമായി കൊടുക്കണമേ. അവരുടെ ആവശ്യങ്ങളെ നടത്തി കൊടുക്കണം. അവരുടെ പ്രശ്നങ്ങളെ തീർക്കണമേ. നിൻ്റെ സമാധാനം അവരെ നിറയ്ക്കണമേ. പൂർണ്ണമായി മാനസാന്തരത്തിലായി നിൻ്റെ വചനത്തിൽ കീഴിലിരുന്ന സ്വർഗീയ സിംഹാസനത്തിൻ്റെ പങ്കാളികളാകുവാൻ എല്ലാവരെയും നീ അനുവദിക്കണമേ കർത്താവേ. നിറയ്ക്കണമേ കർത്താവേ. സമർപ്പിക്കുന്ന പ്രാർത്ഥനയിടത്തിനായ സ്തോത്രം. ഇറങ്ങി വന്ന് എല്ലാവരെയും നീ അനുഗ്രഹിക്കുന്നതായ സ്തോത്രം എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ യേശുവിൻ്റെ പുനർനാമത്തിൽ തന്നെ ആമേൻ.